അക്ഷരം കൂട്ടി പറയാൻ അറിയില്ല കുരിപ്പിന്. എന്നിട്ട് വായിന്ന് വരുന്ന കേട്ടാലോ? അമ്മച്ചിന്ന് കാണണം. എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തേന്ന് കൊച്ചിനോട്? ലച്ചു ചവിട്ടിത്തുള്ളി അകത്തേക്ക് നടന്നു. ലച്ചു ഹാളിലെത്തിയതും കണ്ടു അവളെ തട്ടിമാറ്റി പുറത്തേക്ക് ഓടുന്ന മിഴിയെ. നീ എങ്ങോട്ടോടുന്നേ? ലച്ചു അവിടെ ഓട്ടം കണ്ട് വിളിച്ചു ചോദിച്ചു. പപ്പ വന്നു. കുണുങ്ങി ഓടുന്നതിനിടെ അവൾ വിളിച്ചു പറഞ്ഞു. പപ്പ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? ഓടി തരാനിക്കല്ലേ മോളെ? ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ആൾ എത്തേണ്ട സ്ഥലത്തെത്തി. ലിഫ്റ്റ് തുറന്ന് വലിയ ടെഡിയുമായി ഡെന്നി ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടു ഇന്നാ എടുത്തോ എന്ന പോലെ നിൽക്കുന്ന മിഴിയെ. പപ്പേ. മിഴി കൊഞ്ചലോടെ വിളിച്ചുകൊണ്ട് അവന്റെ കാലിൽ ചുറ്റിപ്പിടിച്ചു. കുഞ്ഞ, പപ്പയുടെ മുത്ത് പപ്പനെ കാത്തിക്കരുന്നോടാ? അവൻ അവളുടെ മേലാകെ തൊട്ടു നോക്കി പനിയില്ലെന്ന് ഉറപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു. ആ പപ്പേ, ഞാനുണ്ടല്ലോ ബാൽക്കണിയിൽ നിൽക്കുമായിരുന്നു പപ്പേനെ കാത്ത്. പപ്പയുടെ കാര് വരുന്ന കണ്ടപ്പോ ഓതി വന്ന ഇതെനിച്ചാനോ? കയ്യിലിരിക്കുന്ന വലിയ ടെഡി നോക്കി അവൾ വാപ്പത്തി ചിരിച്ചു ചോദിച്ചു. ഇതെന്റെ മോൾക്കാണല്ലോ, ഇഷ്ടപ്പെട്ടോ? അവൻ അവളോട് ചോദിച്ചു. നല്ല ഇഷ്ടായി, അവൾ കണ്ണുകൾ വിടത്തിക്കൊണ്ട് പറഞ്ഞു. ആഹാ, ആണോ? മാമുണ്ടോ വാവ? അവൻ അവളുടെ വാരത്തോട്ടുകൊണ്ട് ചോദിച്ചു. ഇല്ല പപ്പേ, പപ്പ തന്നാ മതി മാമു. അവൾ കൊഞ്ചിക്കൊണ്ട് അവരെ തോളിലേക്ക് ചാഞ്ഞു. സമയം ഒരുപാട് ആയാലോടാ, ഇത്രയും നേരം കുഞ്ഞൻ വിശന്നിരുന്നോ? സോറിടാ മുത്തേ, അപ്പൊ ഇതിന് ലേറ്റായി. അവൻ ക്ഷമാപണെന്ന പോലെ പറഞ്ഞു. ഓ എന്റെ പപ്പേ, ഇങ്ങനെ പറഞ്ഞു ഉള്ളിൽ സമയം കലല്ലേ, വേഗം നടക്കി. അവൾ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഡെന്നി അത് കേട്ടൊരു ചിരിയോടെ അവളെ എടുത്ത് മുന്നോട്ട് നടന്നു. ഫ്ളാറ്റിലേക്ക് കയറും മുന്നേ കണ്ടു മുഖം വീർപ്പിച്ച് നിൽക്കുന്ന ലച്ചുവിനെ. എന്താ കുഞ്ഞ, നിന്റെ അമ്മയുടെ മുഖം ഇങ്ങനെ ഭൂന്നിരിക്കുന്നേ? അവൻ മുഖം അങ്ങനെ പിടിച്ചോണ്ട് പറഞ്ഞു. മൈൻഡാകന്റെ പപ്പേ, കുശിപ്പ, ഞാൻ ഇത്തിരി നേരം പപ്പേനെ കാത്തുന്നില്ലേ, ഐഡിയ. മിഴി അവന്റെ ചെവിയിൽ സ്വകാര്യം പോലെ പറഞ്ഞു. രണ്ടും കൂടെ കളിയാക്കി ചിരിക്കുന്ന കൂടെ കണ്ടപ്പോൾ ലച്ചു ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോയി. ട്രീസ് വിളമ്പി ആഹാരത്തിനുള്ളിൽ ഡെന്നിയിരുന്നു. അവന്റെ മടിയിലായി മിഴിയെയും ഇരുത്തി. അവൾ സന്തോഷത്തോടെ അവനെ നോക്കി. എരിവ് ചേർക്കാത്ത പരിപ്പും നെയ്യും കൂടി കൂട്ടിക്കുഴച്ച് ചെറിയ ഉരുളകളാക്കി അവൻ അവൾക്ക് വാരിക്കൊടുത്തു. മിഴിയുടെ കയ്യിലൊരു പപ്പടവും കൊടുത്തു. അവളത് ഇടക്കിടക്ക് അടിക്കുന്നുണ്ട്, ഇടയ്ക്ക് ഡെന്നിയും കൊടുക്കുന്നുണ്ട്. ഓ, പപ്പ വാരി തന്നപ്പോ ഇറങ്ങുന്നുണ്ടല്ലോ, പാവന്റെ മോൾ. എന്തോരം വിളിച്ചാ നിന്നെ ചോറഴിക്കാൻ? ട്രീസ് അവളെ മോപ്പിക്കാനെന്നവൾ പറഞ്ഞു. ടീസ കൊച്ചിനെന്താ, ഞാനെന്റെ പപ്പയുടെ കൂലിയില്ല കഴിക്കണേ? അവൾ മുഖം കയറ്റി പിടിച്ചോണ്ട് പറഞ്ഞു. ഓ, ഞാനൊന്നും പറയണില്ല പൊന്നോ. ട്രീസ കൈകൂപ്പി. ആ, അതാ നല്ലത്, ഒന്ന് ശല്യം ചെയ്യാണ്ട് പോവോ? നീ പോടി, ഞാൻ എന്റെ മോളുടെ അടുത്ത് പോവാ, നിങ്ങൾ അപ്പനും മോളും കൂടെ ഇരിക്കും. ട്രീസ മുഖം കൂട്ടിക്കൊണ്ട് പോയി. എനിക്ക് വയ്യന്റെ പപ്പേ. മിഴി തലക്ക് കൈ കൊടുത്തു. അതെന്താടോ ഞാൻ? അവൻ സംശയത്തോടെ ചോദിച്ചു. ഇവർക്കൊക്കെ എന്നെ കാണുമ്പോ എന്തെങ്കിലും പറഞ്ഞു സമാധാനമില്ല, എനിക്ക് മറുപടി പറഞ്ഞു മടുത്തു. മിഴി ദയനീയതയോടെ പറഞ്ഞു. അത് ചുമ്മാ അവർക്കൊക്കെ നേരം പോകാനായിട്ട് എന്റെ കുഞ്ഞിനോട് വഴക്കിടാൻ വരുന്നതല്ലേ. ശരിക്കും അവർക്ക് കുഞ്ഞൂസിനെ വലിയ ഇഷ്ടമാണ്. അവൻ അവളെ സമാധാനിപ്പിക്കാൻ പോലെ പറഞ്ഞു. ആ, അതെനിക്കറിയാം, അതുകൊണ്ടാ ഞാൻ പിന്നെ ക്ഷമിച്ചു നിൽക്കണേ. അവൾ വലിയ കാര്യം പോലെ പറഞ്ഞു. നീയാണടി ജാൻസി റാണിയോ? എന്ത് നാക്ക കുഞ്ഞാ നിനക്ക്? അവൻ അവൾ അതിശയത്തോടെ നോക്കി. അത് പിന്നെ ഞാൻ പപ്പേന്റെ മോലല്ലേ, അവളൊരു കള്ളശ്ശിരിയോടെ പറഞ്ഞു. ഡെന്നി വാത്സല്യത്തോടെ അവളുടെ നെറുകയിൽ മുത്തി. മിഴിയൊരു ചിരിയോടെ അവനെ നോക്കി. പപ്പയുടെ മോളാ, പപ്പയുടെ കുഞ്ഞ്. വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്ത പോലെ അവൻ പറഞ്ഞു. ഒരുപാട് നേരമായിട്ട് മിഴിയെ കാണാതായപ്പോൾ ലച്ചു ഡെന്നിയുടെ ഫ്ളാറ്റിലേക്ക് നടന്നു. മായും ട്രീസിയും നല്ല കത്തിടിയാണ്. പ്രഭാകരൻ പുറത്തേക്ക് പോയി. ഡെന്നിയുടെ ഫ്ളാറ്റിന് ഡോർ വന്നപ്പോൾ ഹാളിൽ ആരെയും കാണാത്തതുകൊണ്ട് അവളും സംശയിച്ച് റൂമിലേക്ക് നടന്നു. ബെഡിൽ കിടന്നുറങ്ങിയാണ് മിഴി. അവളുടെ അടുത്ത് തന്നെ ലാപ്പ് നോക്കി ഡെന്നി ഇരിക്കുന്നുണ്ട്. മിഴിയുടെ വിരലുകൾ ഡെന്നിയിൽ മുറുകിയിട്ടുണ്ട്. ഉറക്കത്തിലും വിടില്ലെന്ന് പറയുന്ന പോലെ ലാപ്പിൽ തിരക്കിട്ട് ഓരോന്നും ചെയ്യുന്നതിന്റെ ഇടയിലും അവൻ ഇടയ്ക്കിടയ്ക്ക് മിഴിയെ തലോടുന്നുണ്ട്. ലച്ചു ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ നോക്കി നിന്നു. ഒപ്പം ഒരു വേദനയും അവൾ നിറഞ്ഞു. വേദു, നീ എന്താ അവിടെ തന്നെ നിന്ന് വാ. അവളെ കണ്ടപ്പോൾ അവൻ വിളിച്ചു. തിരക്കാണോ ചായ? കഴിഞ്ഞില്ല വർക്ക്? ഇതാ ഞാൻ നോക്കാം, അവൾ അവനോട് പറഞ്ഞു. ഏയ്, ഇതിപ്പോ തീരും. ഇത് തീർത്തിട്ട് ഉറങ്ങാൻ നിന്ന ഈ കാന്താരി വിപ്ലവം ഉണ്ടാക്കും, അതാ ഓടിപ്പടഞ്ഞു പോന്ന്. അവൻ ചിരിയോടെ പറഞ്ഞു. മോളെ അവിടെ കൊണ്ട് കിടത്തായി ചായ. അതൊന്നും വേണ്ട, അവൾ അവിടെ കിടന്നോട്ടെ. നീ തൽക്കാലം റെഡ് ഫയൽ നോക്കി കുറച്ച് കറക്ഷൻസ് വെത്തിയിട്ടുണ്ട്. നിനക്കുള്ള സാക്ഷ്യനുണ്ടെങ്കിൽ പറയും. ഡെന്നി പറഞ്ഞു കേട്ട് അവളെ ഫയൽ എടുത്ത് നോക്കി. 1-2 കാര്യങ്ങൾ അവൾക്ക് തോന്നിയത് കൂടെ ആഡ് ചെയ്തു. അവളതെല്ലാം നോട്ട് ചെയ്ത് വെച്ചു. വൈകുന്നേരം ട്രീസ് വന്ന് വിളിച്ചപ്പോഴാണ് രണ്ടുപേരും എല്ലാം നിർത്തി എഴുന്നേറ്റത്. അപ്പോഴേക്കും മിഴി എഴുന്നേറ്റിരുന്നു. പിന്നെ അവിടെ ബഹളായിരുന്നു. പിറ്റേന്ന് ഓഫീസിലേക്ക് പോകാൻ ലിച്ചു തീരുമാനിച്ചു. പുതിയ പ്രൊജക്ട് ഉള്ളതുകൊണ്ട് ഡെന്നിക്ക് ആകെ തിരക്കായിരിക്കും. അതുകൊണ്ടാണ് അവൻ ആവശ്യപ്പെട്ടില്ലെങ്കിൽ കൂടെ അവൾ പോവാൻ തീരുമാനിച്ചത്. റെഡിയാവുന്ന ലച്ചുവിന് മുന്നിലേക്ക് മിഴി വന്നു. മുഖമാകെ വീർപ്പിച്ചു പിടിച്ച് ഇപ്പൊ പൊട്ടുന്ന രീതിയിലാണ് നിൽപ്പ്. മിഴിയുടെ ആ ഭാവം കണ്ടപ്പോൾ ലച്ചുവിനെന്തോ പന്തികേട് തോന്നി. എന്താണ് മേഡം, മുഖമൊക്കെ ഇപ്പൊ പൊട്ടില്ല, എന്തുപറ്റി? അപ്പൂപ്പിന് അമ്മൂമ്മയായിട്ട് വഴക്കിട്ടോ? ലച്ചു സംശയത്തോടെ ചോദിച്ചു. വായിക്കൊന്നും ഇറ്റില്ല, മിഴി ഗൗരവം വിടാ കൈയിട്ടിന്നുകൊണ്ട് പറഞ്ഞു.
പിന്നെ എന്തു പറ്റി അമ്മയുടെ കാന്താരിക്ക്? മുഖത്തിന് വലിയ തെളിച്ചം പോരല്ലോ. ലച്ചു മിഴിക്കുന്നേരെ കുനിഞ്ഞ് മുട്ടിൽ കൈകുത്തുന്നോണ്ട് ചോദിച്ചു. ലച്ചു എങ്ങോട്ടോ പോനെ? മുഖം കയറ്റി പിടിച്ചുകൊണ്ട് തന്നെ അവൾ ചോദിച്ചു. ഓഫീസിലേക്ക്. ലച്ചു ഇതെന്ത് കൂത്തെന്ന് ആലോചിച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ ഒറ്റക്കാവില്ലേ? അവൾ സങ്കടത്തോടെ ചോദിച്ചു. അതെങ്ങനെയാ ഒറ്റക്കാവുന്നേ? അപ്പൂപ്പനുണ്ട്, അമ്മൂമ്മയുണ്ട്, ട്രീസ കൊച്ചുണ്ട്, പിന്നെ എങ്ങനെയാ ഒറ്റക്കാവുന്നേ? ലച്ചു മിഴിയുടെ താടിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു. ലച്ചും പപ്പയില്ലല്ലോ. ലച്ചുവിന്റെ കൈ തട്ടി മാറ്റി അവൾ പറഞ്ഞു. അപ്പോഴേക്കും മിഴിയുടെ കണ്ണ് നിറഞ്ഞിരുന്നു. അയ്യേ, അമ്മയുടെ മോട്ട കണ്ണതിന് നിറഞ്ഞ്. ഓഫീസിൽ തിരക്കുള്ളതുകൊണ്ടല്ലേ. അമ്മ പോയില്ലെങ്കിൽ പപ്പ ഒറ്റക്കെല്ലാം ചെയ്യണ്ടേ? അപ്പൊ പപ്പക്ക് വയ്യാതാവില്ലേ? അവൾ അനുനയിപ്പിക്കാനൊരു ശ്രമം നടത്തിക്കൊണ്ട് പറഞ്ഞു. ആനോ? മിഴി നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി ചോദിച്ചു. ആന്നേ, അമ്മ കൂടെ പോയ പപ്പക്ക് വേഗം ജോലിയൊക്കെ തീർത്തു വരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മോളുടെ കൂടെ ഒരുപാട് നേരം കളിക്കാലോ. അവൾ മിഴിയെടുത്ത് ബെഡിലെത്തിക്കൊണ്ട് പറഞ്ഞു. എന്നാലേ ഞാനൊരു കാര്യം പറയട്ടെ? അവൾ കണ്ണുകൾ പിടിച്ചൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു. എന്ത് കാര്യമാണാവോ? ലച്ചു മുടി ചെയ്യുന്നതിനിടെ ചോദിച്ചു. ഞാനും വരട്ടെ നിങ്ങളുടെ കൂരെ? അവൾ മുഖം കുനിച്ച് ഇടം കണ്ടിട്ട് ലച്ചുവിനെ നോക്കി ചോദിച്ചു. എങ്ങോട്ട്? ലച്ചു തിരിഞ്ഞ് നെടുപ്പിൽ കൈകുത്തിട്ട് ചോദിച്ചു. നിങ്ങൾ എന്നെ കൊണ്ടുപോവോ? ഓഫീസിലല്ലേ? അപ്പൊ ഞാനും അങ്ങോട്ട് തന്നെ വരാം. എഗൈൻ ദാറ്റ് മാസ്റ്റർ പീസിലി. അത് ബുദ്ധിമുട്ടാവില്ലേ? ലച്ചു നല്ല രീതിയിൽ പുച്ഛിച്ചു. ഏയ്, എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ ഒരു സന്തോഷല്ലേ ലച്ചു? അവള് വലിയ ആൾക്കാരെ പോലെ പറഞ്ഞു. അയ്യോ, തമ്പുരാട്ടിക്കല്ല, അടിയങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെന്നാ ചോദിച്ചു. ഇവിടെയുള്ളവരുടെ സമാധാനം കളയുന്ന പോരാതെ ഇനി ആ ഓഫീസിലുള്ളവർ കൂടെ കഷ്ടപ്പെടുത്തണം അല്ലേ? ലച്ചു കൈകെട്ടി ഗൗരവത്തിൽ പറഞ്ഞു. ഓ, ലച്ചുവിനോട് ചോദിച്ചതിനെ പപ്പേനോട് ചോദിച്ചാൽ മതിയായിരുന്നു. ഈ ഷോ കാണ്ടല്ലോ. അതും പറഞ്ഞു അവൾ ഇറങ്ങി നടന്നു. ഡീ നിക്കടി, നിനക്കല്ലെങ്കിൽ ഇപ്പൊ പപ്പ മതിയല്ലോ. അതാർക്കും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വേദുവിനിപ്പൊ ഇച്ചാഞ്ഞ് കിട്ടിയപ്പോ നമ്മളൊന്നും വേണ്ട. സത്യം പറയച്ചു, പപ്പേത് കൂത് ഒറ്റച്ചു പോവാനായിട്ടല്ലേ എന്നെ കൊഞ്ചു പോവാത്തെ? മിഴിയൊരു കള്ളശ്ശേരിയോട് ചോദിച്ചു. നിങ്ങൾ തമ്മില് ലവാണോ? മിഴി നഖം കടിച്ച് നാണത്തോടെ ചോദിച്ചു. ടീ കുരുട്ടെ, നിക്കടി അവിടെ. ലച്ചു ഉള്ള കിളികളെ തിരികെ പിടിച്ച് വിളിച്ചു പറഞ്ഞു. എവിടെ കിട്ടാൻ? ആ എക്സ്പ്രസിന് ഡെന്നിയുടെ അടുത്ത് ലാൻഡ് ചെയ്യുള്ളൂ. ഇതിനൊക്കെ ഏത് നേരത്താണാവോ? തലയിൽ കൈവച്ച് ലച്ചു ഇരുന്നു. പപ്പേ! മിഴിയുടെ കൊഞ്ചിക്കൊണ്ടുള്ള വിളികേട്ടാണ് ഡെന്നി തിരിഞ്ഞു നോക്കിയത്. വാതിൽ ചാരിയുന്ന നാണത്തോടെ ഡെന്നിയെ നോക്കുകയാണ് മിഴി. ഡെന്നി നോക്കുമ്പോഴെല്ലാം വാപ്പുതി ചിരിച്ചുകൊണ്ട് താഴേക്ക് നോക്കും. എന്താണ് കുഞ്ഞ പതിവില്ലാത്തൊരു പതുങ്ങിക്കളിയും നാണമൊക്കെ? അവൻ അവളെ വന്ന് എടുത്തുകൊണ്ട് ചോദിച്ചു. പപ്പേനെ കാണാൻ എന്തു ഭംഗിയാ! അവൾ അവന്റെ കവിളിൽ ഉമ്മച്ചുകൊണ്ട് പറഞ്ഞു. സുഖിച്ചു, നല്ല പോലെ സുഖിച്ചു. തന്തക്കിട്ട് വെക്കാണ്ട് കാര്യം പ്രടി കാന്താരി. അവനോട് വയറിൽ ഇക്കിളി കൂട്ടിയോണ്ട് പറഞ്ഞു. പപ്പേ പോരട്ടെ? അതിന്റെ പപ്പേ. ഏതുള്ള കുഞ്ഞാ? പപ്പേ ലച്ചും പോവില്ലേ? പപ്പേ ലച്ചും പോകുമ്പോ അപ്പൊ ഞാൻ ഒറ്റ ചാവില്ലേ? അപ്പൊ ഇവിടെയുള്ള ബാക്കിയുള്ളവർ ആവിയായി പോവോ? അവർക്കൊക്കെ വയസ്സായില്ലേ പപ്പേ, മീൻതാൻ കൊല്ലൂല. എന്നാ പിന്നെ സ്കൂളിൽ കൊണ്ടുവിടാം, അവിടെ ആകുമ്പോ നിന്റെ പ്രായമുള്ളവരുണ്ടാവുമല്ലോ. ഡെന്നി ചിരിയടക്കിക്കൊണ്ട് പറഞ്ഞു. ഇവിടെ ചെറിയ വേദന തോന്നിയൊരു സംശയം. അവൾ നെറ്റിൽ തൊട്ടുണ്ട് പറഞ്ഞു. സംശയമാണോ? എന്നാ ഉറപ്പായിട്ടുണ്ടാവും. ഇന്ന് ഫുൾ റെസ്റ്റ് എടുത്ത കേട്ടോ. അവൻ കണ്ണുകൾ വിടത്തി പറഞ്ഞു. പപ്പയെ ലച്ചുവിന്റെ പോലെ ആയിക്കോ, ഞാൻ മിന്തുന്നില്ല നിങ്ങളൊരു. മിഴി അവന്റെ കയ്യിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചിട്ട് പറഞ്ഞു. പപ്പയുടെ ചക്കര എങ്ങനെ പിണങ്ങി പോരടാ. കാര്യമാണ്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അവൻ സമാധാന സന്ധിയിൽ ഒപ്പുവെച്ചു. ഞാനും വന്നോറ്റേ? അവൾ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു. എങ്ങോട്ട്? അവൻ സംശയത്തിൽ നോക്കി. ഓഫീസില്. അത് വേണം കുഞ്ഞ. പപ്പുകൾ ലച്ചുവിന് നല്ല തിരക്കായിരിക്കും, കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഞാൻ നല്ല കുറ്റിയായിട്ട് ഇരിച്ചാൻ പാപ്പേ, കുരുമൊന്നും എടുക്കൂല. ലോകത്ത് എവിടെ കാണും ഇതുപോലെ അനുസരണയുള്ള ഒരു കൊച്ചിനെ? ഡെന്നി ഒന്ന് ആലോചിച്ചു. പ്രതീക്ഷയോടെ നോക്കുന്ന മിഴിയോട് പറ്റില്ലെന്ന് പറയാൻ തോന്നിയില്ല. അവൻ സമ്മതം പോലെ തലയാട്ടി. ഹായ് എന്റെ നല്ല പപ്പ. അവന് വാരിക്കോരി ചെറവറ ഉമ്മെടുത്തോണ്ട് മിഴി പറഞ്ഞു. വേഗം റെഡിയായി പോവാൻ സമയമായി. അവനും തിരികെ ഉമ്മെടുത്തോണ്ട് പറഞ്ഞു. ദേ ഇപ്പൊ വരാമേ. അവൾ ഇറങ്ങി ഓടിക്കൊണ്ട് പറഞ്ഞു. ബാഗും എടുത്ത് ലച്ചു ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് മിഴി ഓടിക്കയറി വന്ന്. ലച്ചു അവിടെ ഓടിപ്പാഞ്ഞുള്ള വരവുകൊണ്ട് നിന്നു. എന്താണ്, പപ്പയെ സൂപ്പിച്ച് കാര്യം നടത്തിയിട്ടുണ്ടാവും അല്ലേ? മുഖത്ത് പൂനിലാവുച്ച പോലെ ഉണ്ടല്ലോ. അവൾ കൈകിട്ടിന്നോട് ചോദിച്ചു. അതെ, പപ്പ ലച്ചുവിന്റെ പോലെ അല്ല. ഞാനൊന്ന് ഷോപ്പിറ്റപ്പോ വീണു. എന്നോട് വേഗം രീതിയായിട്ട് വരാൻ പറഞ്ഞു. ഡ്രസ് മാറ്റി തളിച്ചു. അവൾ ധൃതി കൂട്ടി. അതെന്തേ ഡ്രസ് മാറ്റി തരാൻ പപ്പ വന്നില്ലേ? ലച്ചു പുച്ഛിച്ചോണ്ട് ചോദിച്ചു.
അതെ ഇത്രയ്ക്ക് ജാതിയാണ് ഞാൻ പപ്പയുടെ അടുത്ത് പോയിക്കോല. മിഴി കൈകിട്ടിന്ന് അവളെ പൂച്ചിച്ചു. ഓ ഇനി അതിനങ്ങോട്ട് ഓണ്ട വാ, ലച്ചു കബോർഡ് ഇരുന്നോണ്ട് പറഞ്ഞു. ലച്ചു ഗീ മതിയേ, മിഴി വിളിച്ചു പറഞ്ഞു. ആ പപ്പ ഗ്രീൻ ആവൂലേ? അതിന് മറുപടി എന്ന പോലെ മിഴി നാണത്താൽ തലതാഴ്ത്തി. ഒലീവ് ഗ്രീൻ ഓഫ് ഷോൾഡർ ക്രോപ്പ് ടോപ്പും വൈറ്റ് കളർ മിനി സ്കേർട്ടും ഇട്ട് മിഴി റെഡിയായി. കണ്ണിന് കണ്ണ് വാറിയിട്ടെഴുതി. കാതിലൊരു കുഞ്ഞ് സ്റ്റഡ് ഇട്ട് കയ്യിൽ വൈറ്റ് ബീഡ്സ് വെച്ചുള്ള ബ്രേസ്ലെറ്റും കാലിൽ മുയലിന്റെ ഷേപ്പുള്ള ക്യാൻവാസും. മുറിവെല്ലാം ഡ്രസ് ചെയ്തിരുന്നു. എല്ലാം ഇട്ടുകൊടുത്ത് ലച്ചു അവളെ നോക്കി. പപ്പക്ക് പണിയാവൂലോ മിഴിയെ, അടിമുടി നോക്കിക്കൊണ്ട് ലച്ചു പറഞ്ഞു. അതെന്താ? അവൾ കുഞ്ഞിക്കണ്ണുകൾ വിടുത്തിക്കൊണ്ട് ചോദിച്ചു. ചെക്കന്മാര് നിന്റെ പിന്നീന്ന് പോവില്ല. എന്റെ അത്രക്ക് അങ്ങോട്ടില്ലെങ്കിൽ തിരക്കേടില്ല. ലച്ചു അതും പറഞ്ഞ് ബാഗ് എടുത്ത് നടന്നു. അമ്മയായിപ്പോയി. ലച്ചുവിന് പുറകെ പിറുവിടുത്തോണ്ട് മിഴി നടന്നു. ഓഫീസിന് മുമ്പിൽ ഡെന്നി കാറിർത്തിയും മിഴി അത്ഭുതത്തോടെ ചുറ്റും നോക്കി. അന്ന് വന്നപ്പോ എല്ലാവരെയും ശരിച്ച് കാണാൻ പറ്റിയില്ല, ഇന്നൊന്ന് ശരിച്ചും കാണണം, മിഴി ഗൗരവത്തോടെ പറഞ്ഞു. അതെന്തിനാ? ലച്ചു അവളെ നോക്കി നെറ്റി വിളിച്ചു. പിന്നെ എല്ലാരും ജോലിക്ക് ഇരിക്കുന്നുണ്ടെന്ന് അറിയണ്ടേ? മിഴിയുടെ പറച്ചിൽ കേട്ട് ലച്ചു അനുഭവിച്ച നമ്മുടെ ഡെന്നിയെ നോക്കി. ഡെന്നി ഒരു ചിരിയോടെ ഇറങ്ങി വന്ന് മിഴിയെ എടുത്തു. അവളെ എടുത്തുകൊണ്ടാണ് ഡെന്നി കയറിയത്. ചുറ്റുമുള്ളവർ കൗതുകത്തോടെ മിഴിയെയും ഡെന്നിയെയും നോക്കി. ഒറ്റ നോട്ടിൽ പറയും അച്ഛനും മോളും ആണെന്ന്. ഡ്രസ്സ് വരെ സെയിം കളർ. പൂച്ചക്കണ്ണുകൾ ചിമ്മി തുറന്ന് മിഴി എല്ലാവരെയും നോക്കി. ഡെന്നി നേരെ പോയത് അവന്റെ ക്യാബിനിലേക്കാണ്. മിഴിയെ ടേബിൾ കയറ്റിരുത്തി അവൻ കോട്ടൂരി ചെയറിലിട്ടു. പുറകെ ലച്ചുവും വന്നു. ഇച്ചായ, ആ മുമ്പേ ആൾക്കാർ വീഡിയോ കോൺഫറൻസിലുണ്ട്. മഹേഷ് ഇപ്പൊ വന്ന് പറഞ്ഞ പെട്ടെന്നായതുകൊണ്ട് മുന്നേ വിളിച്ചറിയിക്കാൻ പറ്റിയില്ലെന്ന്. ആണോ? ഓക്കെ വാ പോവാ. അവൻ കോട്ടെടുത്തിട്ടു. ഡെന്നി മിഴിയെ നോക്കി. പപ്പയും ലച്ചു ഇപ്പൊ വരാം കേട്ടോ, മോള് കുറുമ്പൊന്നും കാണിക്കാതിരിക്കണം. അവൻ മിഴിയെടുത്ത് അവന്റെ ചെയറിലെത്തിക്കൊണ്ട് പറഞ്ഞു. ഓക്കെ ഞാനിവിടെ ഇരിച്ച, നിങ്ങൾ പോയി വാ, അവൾ വലിയ ആൾക്കാരെ പോലെ ഇരുന്നോട് പറഞ്ഞു. ഡെന്നി അതുകൊണ്ട് ചിരിച്ച് ലച്ചുവിനെ നോക്കി പുറത്തേക്ക് ഇറങ്ങി. അവന്റെ ക്യാബിനുള്ള ക്യാമറയിലെ ലാപ്പായി കണക്ട് ആയിരുന്നു. ലാപ്പ് ഓണാക്കി കയ്യിലെടുക്കാൻ ലച്ചുവിനോട് പറഞ്ഞുകൊണ്ട് അവൻ ധൃതിയിൽ നടന്നു. ലച്ചു അവൾക്ക് മുമ്പിൽ ഒരു നോട്ട് പാഡും പേനയും വെച്ചു കൊടുത്തു. മിഴിയുടെ നെറുകിലൊന്ന് മുത്തി ലാപ്പുമായിട്ട് അവന് പുറകെ നടന്നു. മിഴി അവർ പോയപ്പോൾ താടി കൈയും കൊടുത്ത് ചുറ്റും വീക്ഷിക്കാൻ തുടങ്ങി. പിന്നെ കയ്യിലേക്ക് നോട്ട് പാഡിൽ ഓരോന്ന് വരയ്ക്കാൻ തുടങ്ങി. ഇതൊന്നും അറിയാതെ ഡെന്നിയെ കണ്ട് ഏതൊരു ഫയൽ സൈൻ വാങ്ങാൻ മന്ദം വരികയാണ് നമ്മുടെ അനു. ക്യാബിൻ ഡോർ തുറന്നു. ആരെയും കാണാനായിട്ട് അവൾ ചുറ്റും നോക്കി. നമ്മുടെ കൊച്ചിന് പിന്നെ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് മഷിയിട്ട് നോക്കിയാൽ കാണില്ലല്ലോ. ഡോർ വന്ന് സൗണ്ട് കേട്ടപ്പോൾ മിഴി എത്തിക്കുത്തി വലിഞ്ഞു നോക്കി. ആരാ? അവൾ ഗൗരവത്തോടെ ചോദിച്ചു. എവിടുന്നാണ് ഈ കിളി ശബ്ദം എന്ന പോലെ അനു ചുറ്റും നോക്കി. ദേ ഇവിടെ കാണുന്നില്ലെന്ന് കണ്ടപ്പോൾ മിഴി കൈയുയർത്തിക്കൊണ്ട് പറഞ്ഞു. ഓ ഇതായിരുന്നു ശബ്ദത്തിന്റെ ഉറവിടം എന്ന പോലെ അനു നോക്കി. പിന്നെ മുതലാളിയുടെ മകളിൽ നിന്ന് കരുതി ഒന്ന് ചിരിച്ചു കൊടുത്തു. ചോദിച്ചേ കേട്ടില്ലേ? ആരാ? എന്താ? മിഴി ഗൗരവത്തോടെ നോട്ട് പാഡ് ടേബിൾ വെച്ച് കാലിൽ കയറ്റി വെച്ചുകൊണ്ട് ചോദിച്ചു. അവിടെ ആ ഭാവം കണ്ടപ്പോൾ നമ്മുടെ അനുക്കൊച്ചിന്റെ വാ തന്നെ തുറന്നു. അത് ഞാൻ സാറിനെ കാണാൻ, അനു പറഞ്ഞു. ചാരിവിതില്ല, എന്താന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞോ. മിഴി വിടാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അത് ഒരു സൈൻ വാങ്ങാനായിരുന്നു. പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അനു പറഞ്ഞു. ഇങ്ങതാ ഞാൻ ഇട്ടേരാം, മിഴി കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. അയ്യോ വേണ്ടതിലിടണ്ട, കൈയുള്ള പേപ്പറിൽ ഇട്ട് തന്നാ മതി. അനുവിന് മിഴിയുടെ സംസാരം കേട്ടപ്പോൾ അവളോട് വാത്സല്യം തോന്നി. അനുവിന്റെ മാഡം വിളി കേട്ട് മിഴി നാണത്തോടെ വാക്കുത്തി ചിരിച്ചു. എന്നിട്ടൊരു പേപ്പർ കയറി എന്തൊക്കെയോ കുത്തിവരച്ച് അനുവിന് കൊടുത്തു. താങ്ക്സ് മാഡം, അനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മിഴി അതുകൊണ്ട് ഒരു കള്ളച്ചിരി ചിരിച്ചു. ഇതെന്ത് പറ്റിയതാ? അവിടെ നെറ്റിയിലേക്ക് നോക്കിക്കൊണ്ട് അനു ചോദിച്ചു. വാ പറയാ, ഇവിടെ ഇരിക്കും. സംസാരിക്കാൻ ഒരാളെ കിട്ടിയ സന്തോഷത്തിൽ മിഴി പറഞ്ഞു. അനു വേഗം കൈയുള്ള ഫയലെല്ലാം ടേബിൾ വെച്ച് അവൾക്കടുത്തേക്ക് ഒരു ചെയർ വലിച്ചിട്ട് അതിലേക്ക് ഇരുന്നു. ഇനി പറ, അനു അവളെ നോക്കി പറഞ്ഞു. അതേ ഞാൻ വീണതാ സ്കൂളിൽ ഓടി കളിച്ചപ്പോ, മിഴി സങ്കടത്തോടെ പറഞ്ഞു. അച്ചോടാ വേദന ഉണ്ടാടാ ചക്കരെ? അനു വിഷമത്തോടെ ചോദിച്ചു. ഇപ്പില്ല, പപ്പ മരുന്ന് വെച്ച് തന്നല്ലോ, അപ്പ മാറി, മിഴി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ പപ്പയുടെ പെറ്റാണെന്ന് തോന്നല്ലോ, പപ്പന് അത്രക്ക് ഇഷ്ടമാണോ? അനു താല്പര്യത്തോടെ ചോദിച്ചു. കൊറേ ഇഷ്ട, പപ്പച്ചു എന്നെ ഇഷ്ട, പപ്പനെ കുഞ്ഞൂഷ എന്നാ വിളിക്ക. ഡെനിയെ പറ്റി പറയും തോറും മിഴി വാചാരയായി. അനു അതൊക്കെ കേട്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് എന്തൊക്കെ അനുവിനോട് ചോദിക്കുന്നുണ്ട്. ചേച്ചിന്റെ പേരെന്താ? മിഴി കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു. അനു. വാവയുടെ പേരെന്താ? അനു ചോദിച്ചു. മീന, അവള് വാപ്പൊതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഹായ് നല്ല പേരാണല്ലോ, അനു അവളെ നോക്കി പറഞ്ഞു. പിന്നെ ഒന്ന് രണ്ടും പറഞ്ഞു രണ്ടും കൂടി ഇരുന്ന് കത്തിയടി തുടർന്നു. ലാപ്പിൽ നോക്കിയ ഡെന്നി മിഴിക്കൊപ്പം ഇരിക്കുന്ന അനുവിനെ കണ്ട് ഒരു ചിരിയോടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു.